യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവനാമത്തിന് മഹത്വം. ഗുഡ് മോർണിംഗ്. യേശുവിനെ പോലെയാകാം പ്രതിദിന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരല്പസമയം നമുക്ക് ചിന്തിക്കുവാനുള്ള വിഷയം, നന്നായി ക്രമപ്പെടുത്തിയ പ്രവൃത്തി സമഗ്ര വികസനം സാധ്യമാണ്. വചനം ഇപ്രകാരം പറയുന്നു: പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ നാം സ്വയം ക്രമപ്പെടുത്തിയില്ല എങ്കിൽ, ക്രിസ്തുവിലേക്ക് തിരിയുന്ന നാം ഓരോരുത്തരും, ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ നാം ഓരോരുത്തരും നമുക്ക് മറ്റുള്ളവരുമായി പ്രവർത്തിക്കുവാനും നമ്മളുടെ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സാധിക്കാതെ വരുന്നതായ ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ജീവിതം തന്നെ നല്ലതുപോലെ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മളിലുണ്ടായിരിക്കുന്നതായ ആ ഒരു വികസനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുകയുള്ളൂ. വളരെ വ്യക്തമായി വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 31-ാമത്തെ അധ്യായം 13 മുതൽ 27 വരെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വളരെ വൃത്തിയും വെടിപ്പോടും കൂടി തൻ്റെ കുടുംബ ജീവിതം നയിക്കുകയും താൻ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നും സ്വയം വികസനം ആർജിച്ചെടുത്തുകൊണ്ട് തന്നെ ലോകത്തിനു വേണ്ടി സമർപ്പിക്കുകയും തൻ്റെ ഭവനത്തിനും തൻ്റെ കുട്ടികൾക്കും തൻ്റെ ഭർത്താവിനും വേണ്ടി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ തൻ്റെ കുടുംബത്തിൽ വന്ന് ആശയപരമായി മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുകയും ആ ആശയത്തിലൂടെ മറ്റുള്ളവരെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നതായ ഒരു സ്ത്രീയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. തൻ്റെ മക്കളെയും ഭർത്താവിനെയും കൊണ്ട് താൻ നല്ലവരെന്നും ലോകത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതായ ഒരു വിഷയത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ നാം ഓരോരുത്തരും നമ്മുടേതായ വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടി പലവിധ മാർഗങ്ങൾ തേടുമ്പോൾ നമ്മുടെ വേദപുസ്തകം നമ്മളെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കുവാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ക്രമപ്പെടുത്തിയതായ നമ്മുടെ പ്രവൃത്തി നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ആശയങ്ങളെ കൊണ്ടെത്തിക്കുവാനും അവരെ നമ്മളോടൊപ്പം കൂട്ടിയോജിപ്പിക്കുവാനും അതിലൂടെ നല്ലതുപോലെയുള്ള ഒരു സമഗ്ര വികസനത്തിന് സാധ്യത നേടിയെടുത്തുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞതും അതുപോലെ തന്നെ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ ഒരു ആപ്തവാക്യം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും നല്ല ശുഭചിന്തയോടുകൂടി നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു കൊണ്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആകുവാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമ്മളെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, ഈ പ്രഭാതത്തിൽ നല്ലൊരു ജാഗരണം ഞങ്ങൾക്ക് കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ സ്വർഗീയ പിതാവേ.
കർത്താവേ, ഈ വചനം ശ്രവിച്ച എല്ലാവരെയും തൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.